നമസ്കാരം. വോക്സ് സീലിംഗ് പാനലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും സീലിംഗ് പോർഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്റ്റാണ് വോക്സ് സീലിംഗ് പാനലുകൾ. മൈ ബെറ്റർ ഹോമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വോക്സ് സീലിംഗ് പാനലിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ ദോഷങ്ങളെപ്പറ്റിയും അതിൻ്റെ വിശദാംശങ്ങളുമാണ്. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള ചക്കോളാസ് കൺവെൻഷൻ സെൻറ്ററിലാണ്. എറണാകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കൺവെൻഷൻ സെൻറ്റേഴ്സിൽ ഒന്നാണ് ഇവരുടെ ചക്കോളാസ് പവലിയൻ എന്ന് പറയുന്ന ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ. ഇവിടെ വോക്സ് സീലിംഗ് പാനലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലുകൾ നിങ്ങളെ കാണിക്കുകയും വോക്സിൻ്റെ പാനലുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മുടെ ബിൽഡിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻസ് മിക്കവാറും നമുക്ക് പുറത്തുനിന്ന് വെയിലടിക്കാൻ സാധ്യതയുള്ള പോർഷൻസിലാണ് ഇവിടെ വോക്സ് പാനലുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. വോക്സ് പാനലുകൾ മാത്രമല്ല, വുഡൻ ഉപയോഗിച്ചിട്ടും അവർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ആംബിയൻസും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. 1936 മുതൽക്കേ തന്നെ തറക്കല്ലിടപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ കുറേ കൂടെ ട്രഡീഷണൽ എലമെൻറ്റുകൾ കീപ്പ് ചെയ്യുന്ന തരത്തിലാണ് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിനകത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറേ കൂടെ നമുക്കൊരു ട്രഡീഷണൽ ആംബിയൻസ് ലഭിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു പാസേജ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് റൂഫിങ്ങിന് വേണ്ടി സീലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത് വോക്സ് സീലിംഗ് ആണ്. വളരെ കാലം മുമ്പ് തന്നെ പണിത ഈ ബിൽഡിങ്ങിൻ്റെ തനിമ ഒട്ടും ചോരാത്ത തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗത്ത് വുഡൻ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥ വുഡ് കൊണ്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അധികമായിട്ട് സൺ എക്സ്പോഷർ, അതായത് വെയിലടിക്കാത്ത ഒരു ഭാഗമാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പം നന്നായി വെയിൽ കൊള്ളാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത് വോക്സ് സീലിംഗ് പാനൽസ് ആണ്. ഈ ഒരു പാസേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് വോക്സ് സീലിംഗ് പാനലും ഈ ഭാഗത്ത് യഥാർത്ഥ വുഡ് സീലിംഗുമാണ് നൽകിയിട്ടുള്ളത്. വുഡ് സീലിംഗ് നൽകിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ സൺലൈറ്റ് എക്സ്പോഷർ ലഭിക്കാത്ത, അല്ലെങ്കിൽ മഴ നനയാൻ സാധ്യതയില്ലാത്തൊരു മേഖല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വുഡ് സീലിംഗ് നൽകിയിട്ടുള്ളത്. എന്നാൽ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ലഭിക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് വോക്സ് സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വോക്സ് സീലിംഗ് ഒരു പോളിവിനൈൽ മെറ്റീരിയൽ ആണ്. അത് നമുക്ക് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാം, വെയിൽ തട്ടുന്ന ഭാഗത്ത് യൂസ് ചെയ്യാം, മഴ തട്ടുന്ന ഭാഗത്ത് യൂസ് ചെയ്യാം. ഇത് വെതർ പ്രൂഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ മരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുന്നില്ല. നമ്മൾ മരം ഒരു ട്രഡീഷണൽ ആംബിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സീലിങ്ങിൽ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിൻ്റെ ഒരു കോസ്റ്റ് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ലേബർ ചാർജ്, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനെടുക്കുന്ന സമയവും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ ഒരു മരം വെയിൽ തട്ടുമ്പോഴും അല്ലെങ്കിൽ മഴ നനയുമ്പോഴും അതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിങ്ങിൽ വരുന്ന ഒരു ഇഷ്യൂ കൂടെയാണ്. മറ്റൊന്ന്, നമ്മളിത് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ വോക്സ് സീലിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മളിത് പോളിഷ് ചെയ്യേണ്ട, ഇത് റെഡി ടു യൂസ് ആണ്, ഇത് വെതർ പ്രൂഫാണ്, മരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല, ചെതൽ പിടിക്കുന്നില്ല, ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന എക്സ്പാൻഷനോ കൺട്രാക്ഷനോ ഒന്നും തന്നെ ഇതിന് ബാധിക്കുന്നില്ല. നമ്മൾ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് അവിടെ കിടന്നോളും എന്നുള്ളതാണ്. മാത്രമല്ല 10 വർഷത്തെ വാറണ്ടി ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കോറിഡോർ സ്പേസിലാണ്. വോക്സ് സീലിംഗ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ സ്ലോപ്ഡ് ആയിട്ട് വരുന്ന സീലിങ്ങുകളിലൊക്കെ വോക്സ് സീലിംഗ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതിനിടയിൽ മരം കൊണ്ടുള്ള ഒരു ചെറിയ റീപ്പേഴ്സ് അവരിടയിൽ പർലിങ്സ് പോലെ ഇതേപോലെ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ നൽകിയിരിക്കുന്ന പാനലിങ് വോക്സിൻ്റെ പാനലുകളാണ് നൽകിയിട്ടുള്ളത്. വോക്സ് സീലിങ്സ് നമുക്ക് ഇൻറ്റീരിയർ പോർഷൻസിൽ ഉപയോഗിക്കാം, റൂംസിൽ ഉപയോഗിക്കാം, ബാത്റൂംസിൽ ഉപയോഗിക്കാം. ഓഫ് കോഴ്സ് നമുക്ക് എക്സ്റ്റീരിയർ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്യാം, ബാൽക്കണീസിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഓഡിറ്റോറിയം, മിനി ഓഡിറ്റോറിയം പോലുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അവിടെ സീലിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. എക്സ്റ്റേണലി നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ടെമ്പററി റൂഫുകൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ നമുക്ക് പാനലുകളായിട്ട് വോക്സ് സീലിംഗ് പാനലുകൾ യൂസ് ചെയ്യാം. ഈ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ലഭിക്കുന്ന ഓവറോൾ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെ ഞാനൊന്ന് ആ ഒരു പ്രൊഡക്റ്റ് കാണിച്ച് പരിചയപ്പെടുത്തി തരാം. സോ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ടച്ച് ആൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ
ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഏകദേശം 7 കളർ വേരിയൻസ് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ 4 ടൈപ്പിൽ വുഡൻ ഗ്രെയിൻസ് വരുന്ന തരത്തിലും 3 തരത്തിലുള്ള കളേഴ്സ് വരുന്ന തരത്തിലുമാണ് അത് ലഭ്യമാവുന്നത്. ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 2 സൈഡിലും ലോക്കിംഗ് സിസ്റ്റം വരുന്ന തരത്തിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈസ് നോക്കുകയാണെങ്കിൽ 1 ഫീറ്റ്, ഏതാണ്ട് നമുക്ക് 1 ഫീറ്റ് വീതി പറയാം. കറക്റ്റ് പറയുകയാണെങ്കിൽ 34 സെൻറ്റിമീറ്റർ ഇതിന് വീതി ലഭിക്കും. 270 സെൻറ്റിമീറ്റർ, അതായത് 9 ഫീറ്റിനടുത്ത് നമുക്ക് ലെങ്ത്തും ലഭിക്കുന്ന തരത്തിലാണ് ഈ പാനൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുക. ഈ ഒരു മെറ്റീരിയൽ സീലിംഗിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, എം ടി ആയിട്ടുള്ളൊരു സീലിങ്ങിനകത്ത് എങ്ങനെയാണോ നമ്മൾ ജിപ്സം സീലിംഗ് അടിക്കുന്നത് അതേപോലെ മെറ്റൽ ഫ്രെയിമുകൾ അടിച്ച് അതിന് മുകളിലേക്ക് സ്ക്രൂ ചെയ്യുന്ന തരത്തിലാണ് വോക്സ് സീലിംഗും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള സാധാ സീലിംഗ് വർക്കേഴ്സിന് ഫാബ്രിക്കേറ്റേഴ്സിനൊക്കെ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡോളജി തന്നെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലും വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാം. സപ്പോസ് നമ്മുടെ കയ്യിൽ 2 പാനലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 പാനലുകളും നമ്മുടെ സീലിംഗിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ലോക്ക് ചെയ്യുന്ന സിസ്റ്റം നോക്കിക്കോ. നമ്മുടെ ഈ ഒരു പാർട്ട് നമുക്കതിൻ്റെ മെയിൽ പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പാർട്ട് അതിൻ്റെ ഫീമെയിൽ പാർട്ടായിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ 2 പാർട്ടുകളും പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒറ്റ വലി വലിച്ചാൽ അതവിടെ ലോക്കായിട്ട് നിൽക്കും. ഈ 2 ലോക്കിംഗ് സിസ്റ്റം നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസിലേക്ക് പാനലിംഗ് വേണോ അത്രത്തോളം ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഏറ്റവും എൻഡിലെത്തുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ക്യാപ്പ് ചെയ്യാവുന്നതാണ്. ആ ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഫൈലുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. സോ ഇതാണ് നമ്മൾ എൻഡ് ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഫൈല്. വളരെ സിമ്പിളായിട്ട് നമുക്കത് എൻഡ് ക്യാപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഈ എൻ പോർഷൻസിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടേക്കാം. ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് എഡ്ജസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഇതിൻ്റെ ഒരു ഫീമെയിൽ പാർട്ടിനകത്ത് ഇതേപോലെയുള്ള ഹോൾസുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഫ്രെയിം വർക്കിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള ഹോൾസ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ഈ ഹോൾസിൻ്റെ സിസ്റ്റം ഇങ്ങനെ നൽകിയിരിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്ത് പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലായിരിക്കും നമ്മുടെ സ്ക്രൂ വരുന്നത്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആ സ്ക്രൂ ഒട്ടും വിസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ജോയിൻറ്റ്ലെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ സീലിംഗിൽ നമുക്ക് ലഭിക്കുക. സപ്പോസ് നമ്മുടെ സീലിംഗിൻ്റെ ലെങ്ത്ത് 9 അടിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9 അടിയിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ രണ്ടാമതൊരു പാനൽ കൊണ്ടുവന്ന് അതിനോട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫൈലാണ് ഈ ഒരു ടി പ്രൊഫൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ടി ട്രിം എന്ന് പറയാം. കമ്പനി ഇതിനെ ട്രിം എന്നാണ് പറയുന്നത്. ഈ ട്രിമ്മുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ 2 പ്രൊഫൈലുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനും സാധിക്കും. ബേസിക്കലി വോക്സ് ഒരു യൂറോപ്യൻ കമ്പനിയാണ്. പോളണ്ടാണ് അവരുടെ ആസ്ഥാനം. അവർ പല പ്രൊഡക്റ്റുകളും, പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഡേ ബൈ ഡേ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രിമ്മുകളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ പുതിയ 2 ടൈപ്പ് ട്രിമ്മുകൾ കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രിമ്മുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോർണർ വൈസ്, അതായത് ഒരു 90 ഡിഗ്രി റൈറ്റ് ആംഗിളിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രിമ്മുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽസ് യൂസ് ചെയ്താൽ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിസൈൻ്റെ കോംപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇതിൽ ഏത് തരത്തിലുള്ള ട്രിമ്മാണ് വേണ്ടത്, അത് എത്ര ലെങ്ത് വേണം എന്നുള്ള രീതിയിൽ വേണം പർച്ചേസ് ചെയ്യാൻ. ഒരു മെറ്റീരിയൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണുള്ളതെന്ന്. ഓൾറെഡി ഇത് പൈസ കൊടുത്ത് മേടിച്ച ഒരാൾക്ക് അയാൾ മുടക്കിയിട്ടുള്ള പൈസ വർത്താണെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. മൈ ബെറ്റർ ഹോം ഒരു വീഡിയോ ചെയ്യുമ്പോൾ പരമാവധി അങ്ങനെയുള്ള കസ്റ്റമർ റിവ്യൂസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സിനോട് നമുക്ക് ഈ ഒരു വോക്സ് പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവരുടെ റിവ്യൂ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. സോ ചക്കോളാസ് ഗ്രൂപ്പിൻ്റെ സാരഥികളിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്, ജോൺ ചാക്കോ അല്ലേ? വെൽക്കം. താങ്ക് യു. ഓക്കെ, ഞാനേ വോക്സ് സീലിംഗ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് സാർ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പം ഞങ്ങളുടെ പോച്ച് വി യൂസ് എ ലോട്ട് ഓഫ് വുഡ്, ബട്ട് വാട്ട് വി വാണ്ടഡ് ദാറ്റ് സെയിം കൈൻഡ് ഓഫ് ഫിനിഷ് ടു ബി എക്സ്റ്റെൻഡഡ് ഔട്ട്സൈഡ്. അപ്പോൾ ആ ഒരു സ്ഥലം ഫുൾ ഈ വെയിലും മഴയും ഒക്കെ കൊള്ളുന്ന ഒരു ഭാഗമാണ്. സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഹാസ് എനഫ് amount ഓഫ് ഇൻടേക്ക് ആൻഡ് വെതർ പ്രൂഫിംഗ് ദാറ്റ് ഈസ് ദെയർ. അപ്പോൾ വോക്സ് എന്ന് പറഞ്ഞ കമ്പനി 10 years അവരുടെ വാറണ്ടി ദാറ്റ് ദേ ഹവ് ഗിവൻ അസ്, ആൻഡ് വിച്ച് ഇസ് വൈ വീവ് ചോസൻ ദം. ആൻഡ് ദ മെറ്റീരിയൽ ചോസൻ ഓൾസോ ഈ പറഞ്ഞ പോലെ വുഡിൻ്റെ അതേ കളറും ഫിനിഷും ഉണ്ടായിരുന്നു.
അപ്പം our architect also wanted അതുപോലത്തെ വുഡ് പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ which is also again cheaper as compared to the alternatives. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ആ മെറ്റീരിയൽ ചൂസ് ചെയ്തത്. എൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സാർ ഈ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ? I am very satisfied because firstly, I mean, it looks like wood itself. Secondly, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല in terms of leakage or anything of that sort. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ I am very satisfied with what we've chosen. നിങ്ങൾക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. വേറെ ഏതെങ്കിലും പ്രൊജക്ട്സിൽ യൂസ് ചെയ്തിട്ട്? വേറെ ബിൽഡിംഗ് പ്രോജക്ട്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട് റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ ഓൾറെഡി ചെയ്ത കാരണം വി ഓൾറെഡി നോ എങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയായിട്ട് വി put it in other places also. Okay, thank you. Yeah, thank you. ഈ ഒരു ബിൽഡിംഗ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിർത്തണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇതിൻ്റെ ആർക്കിടെക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്ലാൻസ് ആയാലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വോക്സ് സീലിംഗ് പാനൽ ആയാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സെലക്ഷനും സാങ്ഷനും ഇല്ലാതെ നടക്കില്ലല്ലോ. അദ്ദേഹം എന്താണ് വോക്സ് സീലിങ്ങിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. Main criteria was, how much we could connect with nature, and I think we always looked at products which would kind of resonate those things, and we found that Vox was working out well in that scenario, and that building coming with a lot of heritage and coming with a lot of culture to it. I think we didn't want to go against the fact that the ceiling was wood, but then we thought we'll connect back to the old roots, and then that's how we used this product. And we also worked with the whole team to understand the limitations and understand the advantages of it. So I think everything worked out as a good blessing in disguise, but I think overall it was a good team effort. It wasn't anything else, I would say. I had very little to do in the whole project, but I think the whole team stood together in tough times and did a great job. And I think it was during that Corona time also that the project came through. So I think, and hats off to the Chapolas family, hats off to the contractors, and I think, I think every person who's worked on that project has been blessed in some way or the other. കുറെ കൂടെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ട് ആർക്കിടെക്ചറൽ എലമെൻറ്റുകൾ വരുന്ന തരത്തിലുള്ള ട്രോപ്പിക്കൽ ഡിസൈനുകൾക്കാണ് ഇത്തരത്തിലുള്ള വോക്സ് പാനലുകൾ കൂടെ സ്യൂട്ടായിട്ട് മാറുക. ഇൻസ്റ്റാളേഷൻ അടക്കം സ്ക്വയർ ഫീറ്റിന് 300 രൂപ മുതൽ 320 രൂപ വരെയാണ് ഈ ഒരു പാനലിന് റേറ്റ് വരുന്നത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. മേ ബി കമ്മിങ് മന്ത്സ് ഇതിൻ്റെ മെറ്റീരിയൽ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി എന്താണോ റേറ്റ് പറയുന്നത് ആ റേറ്റിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക. നമ്മൾ വീഡിയോയിലൊരു റേറ്റ് പറയുന്നത് ഒരു കമ്പനിയെ ബുദ്ധിമുട്ടിക്കാനല്ല. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി റേറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. റേറ്റ് അതാത് സമയത്ത് നിങ്ങൾ കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ട് ഉറപ്പ് വരുന്നതായിരിക്കും നല്ലത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ